പറയുന്നത്. നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പോലും അങ്ങനെയല്ലേ പറയുന്നത്. എന്ത് നിങ്ങൾ ശരിക്കും പഠിച്ചോളിട്ടോ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പഠിച്ചോളി. കബറ് കെട്ടി ഉയർത്തൽ ശിർക്കാണ്. വാദിക്കുക മാത്രമല്ല, ഷൗട്ട് ചെയ്ത് ഇന്നെ ഇരുത്തിച്ചു. മുജാഹിദ് സെന്ററിൽ പീഡിത്തവറിൽ ചോട്ടകളല്ല, ബടാ നേതാക്കല്ല. ആരെ മലക്കായാലും ജിന്നായാലും വലിയായാലും ഷെയ്ഖായാലും ഉണ്ടല്ലോ, എന്തൊക്കെ പേരുകളുണ്ടോ ഒക്കെ നിങ്ങൾ എടുത്തോളി. അവിടെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതേതാണ്? നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ, ജാറത്തിലേക്ക് പോവുക. അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. പാടില്ല. അപ്പൊ ജാറം കെട്ടാനും പാടില്ല. സാധാരണ പറയുന്നത് ജാറം കെട്ടത് ഹറാമെന്നാ. പോരാ, ഹറാമ് തന്നെ, പക്ഷെ അങ്ങനെ പോവുക അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. പാടില്ല. അപ്പൊ ജാറം കെട്ടാനും പാടില്ല. സാധാരണ പറയുന്നത് ജാറം കെട്ടത് ഹറാമെന്നാ. പോരാ, ഹറാമ് തന്നെ, പക്ഷെ അങ്ങനെ പറഞ്ഞ് മതിയാക്കാൻ പറ്റൂല. മനുഷ്യൻ കാഫിറാകുന്ന ഹറാമാണത്. എന്താണ്? ആ ഔലിയായുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവര് ശിർക്കിന്റെ ഇബാദത്താണത്. അത് തന്നെ. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യുക. വേറെ ആരോടും പ്രാർത്ഥിക്കായുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവര് ശിർക്കിന്റെ ഇബാദത്താണത്. അത് തന്നെ. വിചാരിക്കാൻ പറ്റൂല. മനുഷ്യൻ കാഫിറാകുന്ന ഹറാമാണത്. എന്താണ്? ആ ഔലിയായുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവര് ശിർക്കിന്റെ ഇബാദത്താണത്. അത് തന്നെ. നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പോലും അങ്ങനെയല്ലേ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന നിങ്ങൾ ശരിക്കും പഠിച്ചോളിട്ടോ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പഠിച്ചോളി. കബറ് കെട്ടി ഉയർത്തൽ ശിർക്കാണ്. വാദിക്കുക മാത്രമല്ല, ഷൗട്ട് ചെയ്ത് ഇന്നെ ഇരുത്തിച്ചു. മുജാഹിദ് സെന്ററിൽ പീഡിത്തവറിൽ ചോട്ടകളല്ല, ബടാ നേതാക്കല്ല.